സൗദി അറേബ്യയെ സഹായിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ ഉയലുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. സൗദിയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ കരാറുകളുണ്ട്. അത് പ്രതിസന്ധി ഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികരെ സഹായിച്ചുകൊണ്ട് തന്നെ സഹായിക്കണം, സഹകരിക്കണം എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ. അത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയ്ക്ക് ഏറെക്കുറെ സമാനമായ രീതിയിലാണ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ കരാറുണ്ടായത്. അത് അവരുടെ വിസ ചട്ടത്തിൽ പോലും വലിയ രീതിയിൽ ഇളവ് പാകിസ്ഥാൻ അനുവദിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർ ഒരു വിസയ്ക്ക് സൗദി അറേബ്യയിൽ പോവുകയാണെങ്കിൽ അതൊരു കമ്പനി വിസയ്ക്ക് ആകുന്ന സമയത്ത് ഒരു 50 വയസ്സിൻ്റെ താഴെ 47, 48, 49 വയസ്സൊക്കെ കിട്ടും. ഒരു എഗ്രിമെൻ്റ് വിസ എടുത്ത് 2 വർഷത്തേക്ക് ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 50 വയസ്സിൻ്റെ താഴെയാണ്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 60-65 വയസ്സിലൊക്കെ അവർ ജോലിക്ക് വരുന്നത് ഇഷ്ടംപോലെ കാണാൻ വേണ്ടി സാധിക്കും. വലിയ ഇളവ് നൽകുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇവർ സാമ്പത്തികപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വലിയ രീതിയിൽ സഹകരണമുണ്ട്. അത് മുമ്പേ ഉണ്ട്. അതിന് അവർ പറയുന്ന കാര്യം ആണവായുധ ഉള്ള രാജ്യവുമായിട്ടുള്ളൊരു സഹകരണം എപ്പോഴും ഗുണം ചെയ്യും എന്ന തരത്തിലാണ്. കാര്യം ആണവായുധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സമാധാന ആവശ്യത്തിനാണെങ്കിൽ പോലും സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും അറേബ്യൻ രാജ്യങ്ങളിൽ ഏത് രാജ്യമാണെങ്കിലും അത് ഒരിക്കലും സഹകരിക്കില്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയാറ്. ജോർജ് ബുഷിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് വരെ, അത് ജോ ബൈഡൻ വഴി ഇപ്പോഴത്തെ ട്രംപിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. നിങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് കാണാവായത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്ന സമയത്ത് പാകിസ്ഥാൻ കുടുങ്ങിയിരിക്കുന്ന കുടുക്ക് എന്ന് പറയുന്നത് അവരെ മധ്യസ്ഥരാക്കി അമേരിക്ക മാറ്റി. നിങ്ങൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളും ഇറാൻ തമ്മിലുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടി പറഞ്ഞു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മറ്റ് 2 രാജ്യങ്ങളുടെ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കുക എന്നുള്ള റോളിൽ തന്നെ എത്തിയത്. ഇതിനു മുമ്പ് അങ്ങനെ ചരിത്രത്തിൽ സംഭവം ഉണ്ടായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം അവർക്ക് തീർക്കാൻ വേണ്ടി കഴിയില്ല. അവർ തമ്മിൽ തന്നെ എല്ലാ കാലത്തും പ്രശ്നങ്ങളാണ്, വിഷയങ്ങളാണ്, അടിയും പിടിയാണ്. 2 വിഭാഗമായിട്ടും ബോംബ് സ്ഫോടനമായിട്ടും ഭീകരവാദമായിട്ടും അത് അങ്ങോട്ടായിട്ടും ഇങ്ങോട്ടായിട്ടും നടക്കുന്ന ഒരു രാജ്യം മറ്റ് 2 രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കുക എന്ന് പറഞ്ഞാൽ ലോകം തന്നെ അത്ഭുതപ്പെട്ടു വയ്ക്കുന്ന സംഭവമാണ്. ഏതായിരുന്നു അവർ മധ്യസ്ഥരാകുന്ന സമയത്ത് ഇറാനുമായിട്ട് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നു. അങ്ങനെ ഒരു ബന്ധമുണ്ട്. മാത്രമല്ല കടലതിർത്തിയും പങ്കിടുന്നു, കരയും പങ്കിടുന്നുണ്ട്, കടലതിർത്തിയും പങ്കിടുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക പോലും അറിയാത്ത രീതിയിൽ പാകിസ്ഥാനിലൂടെ ചൈനയിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കപ്പലിന് സൗകര്യം ചെയ്ത് കൊടുത്തത് ഇപ്പം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ യുദ്ധവിമാനം പാകിസ്ഥാൻ്റെ എയർപോർട്ടിൽ കാണപ്പെട്ടിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ ഇറാൻ്റെ അതിർത്തി പങ്കിടുന്നിടത്ത് ഏതെങ്കിലും പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയ രീതിയിൽ അത് പരിഹരിക്കാറുണ്ട് പാകിസ്ഥാൻ. കാരണം എന്ന് വെച്ചാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്നതിനാൽ തന്നെയാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്, ഇനി ആക്രമിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പല തരത്തിൽ ആക്രമിച്ചിട്ടുണ്ട്, വലിയ നഷ്ടങ്ങളുണ്ട്. ഒരു സൈനികർ കൊല്ലപ്പെട്ടത് സൗദി അറേബ്യനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ അൽഖർജിലുള്ള സുൽത്താൻ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് നടന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല സംവിധാന കാര്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളിൽ ഉടനീളം അമേരിക്കയുടെ സഹായത്തോടു കൂടി ചെയ്തിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി UAE ചെയ്തിട്ടുണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് നടക്കാത്ത വിഷയമാണ്. അവരുടെ ഈ പ്രതിരോധ സംവിധാനം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്ക കൊടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ സൗദി അറേബ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് കഴിയില്ല. സൗദി അറേബ്യ സഹായിക്കണമെങ്കിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യുകയും വേണം. അപ്പോൾ അവർ പ്രതിസന്ധിയിലായി. സൗദി അറേബ്യ സംരക്ഷിക്കുകയും വേണം, ഇറാനെ ഉടക്കാനും പറ്റില്ല. ആ ഒരു പ്രതിസന്ധിയിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധം പ്രയാസമായി. യഥാർത്ഥത്തിൽ സൗദി അറേബ്യ സഹായിക്കാൻ വേണ്ടി 10 മുതൽ 12,000-ഓളം സൈനികർ റിയാദിലെത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് ചില റിപ്പോർട്ടിനകത്ത് 200-ൽ താഴെ സൈനികർ മാത്രമാണ് എത്തിയെന്ന് കാണുന്നു. ചിലയിടത്ത് 12,000 എന്നൊക്കെ പറയുന്നുണ്ട്. സ്ഥിരമായ റിപ്പോർട്ടൊന്നും ഇത്തരം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വിടില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ആളുകൾ ഈ സൈന്യം ഇവിടെ എത്തിയത് അവർക്ക് പ്രാക്ടിക്കൽ നൽകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇറാനുമായിട്ട് യുദ്ധത്തിനല്ല എന്നവർ പറയുകയും ചെയ്തു.
വന്നിരിക്കുക. കാരണം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ചർച്ചയോടനുബന്ധിച്ച് ഇവരെന്തിനാ വന്നതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെട്ടു. ഇവർക്കെതിരെ യുദ്ധത്തിനാണോ എന്ന് ചോദ്യം വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും അതിൻ്റെ ഇടയിൽ തന്നെ വരികയും പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക് അതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്തു. ഇതാണ് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ആ സമയത്തുണ്ടായിരുന്ന പ്രതിസന്ധി. അപ്പോൾ യഥാർത്ഥത്തിൽ സൗദി അറേബ്യ ഇത്തരം ഒരു പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സംരക്ഷിക്കാൻ വേണ്ടി, ആ രാജ്യത്തിൻ്റെ ദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആണവായുധമുള്ള ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് വന്നാൽ അതിൻ്റേതായിരിക്കുന്ന ഗുണമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിച്ചത്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പിന്നീട് ഇവർക്ക് ശമ്പളവും ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് സൗദി അറേബ്യക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഭാഗം എന്ന് പറഞ്ഞാൽ ഗസയിൽ അന്താരാഷ്ട്ര സൈന്യത്തെ നിയമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിന് സൗദി അറേബ്യ അതിന് നേതൃത്വം നൽകാൻ വേണ്ടി ഏറെക്കുറെ ധാരണയായി. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിൽ പോലും സൗദി അറേബ്യ ഉണ്ടെങ്കിൽ ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സഹകരിക്കും, അവർക്ക് വിഷയങ്ങളൊന്നുമില്ല. സൗദി അറേബ്യ അല്ലാത്ത വേറൊരു രാജ്യമാണെങ്കിൽ വലിയ പ്രതിസന്ധി വിഷയമാണ്. വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലെ സൈനികർ ഇത്ര സൈന്യത്തെ ഇതിനു വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടി ഏറെക്കുറെ തീരുമാനിച്ചു. പക്ഷെ അവിടെ പ്രതിസന്ധി വന്നത് ഈജിപ്ത് അതിന് നേതൃത്വം നൽകണമെന്ന് അവർ പറഞ്ഞു. എല്ലാ അറേബ്യൻ സൈനികരുടെയും ലീഡർഷിപ്പ് തങ്ങളുടെ കൈവശത്തിലേക്ക് അയക്കും, തങ്ങളാണ് അത് നിയന്ത്രിക്കുക എന്ന് അവർ പറഞ്ഞു വെച്ചു. അങ്ങനെ ആവുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ സൈനികരെ പോലും ഈജിപ്തിൻ്റെ കേണൽമാർ നിയന്ത്രിക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ രാജ്യത്തിനത് അപമാനമാണ്. അതുകൊണ്ട് അവർ സൗദി അറേബ്യ പതുക്കെ അതുകൊണ്ട് സ്കൂട്ട് ചെയ്തു. സൗദി അറേബ്യ പോയതോടുകൂടി ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും മാറാൻ വേണ്ടി തീരുമാനിച്ചു. ഈജിപ്ത് ഒറ്റപ്പെട്ടു. പിന്നെ ഈജിപ്ത് പറഞ്ഞ് ഞങ്ങളും ഇല്ല. അങ്ങോട്ട് വീണ്ടും വിഷയമായ സമയത്ത് അന്താരാഷ്ട്ര സൈന്യത്തെ നിയമിക്കും, അതുകൊണ്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം, അതിന് വേണ്ടി വന്നാൽ തങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തെ ഇറക്കും എന്ന് ട്രംപ് പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് ചർച്ച ചെയ്തു. ഗസയിലേക്ക് വന്നുകൊണ്ട് അവിടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സൈന്യം തയ്യാറാണ് എന്ന് അവിടുത്തെ സൈനിക മേധാവി അസീം മുനീറാണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പുള്ള ആളാണോ എന്നറിയില്ല, ഏതായാലും അവർ പറഞ്ഞു ക്ലിയർ ആണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടെ മറ്റൊരു വിഷയം ഉണ്ടായി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ സൈന്യം ഗസയിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സൈനികർക്ക് അവിടെ സുരക്ഷിതത്വം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് പാകിസ്ഥാനെ വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളത്. അവിടെ രണ്ട് വിഷയങ്ങൾ അവിടെ വന്നു. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ ഗസയിൽ തന്നെ ആ പാകിസ്ഥാൻ്റെ സൈന്യത്തോട് എതിർപ്പ് വന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഗസ എന്ന് പറഞ്ഞ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും സേവനവുമായിട്ട് ബന്ധപ്പെട്ടും സഹായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സഹകരണമാണ് വരുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവിടെ യുദ്ധത്തിന് വരികയല്ല, തോക്കുമായിട്ട് വെടിവെച്ച് ഞാൻ യുദ്ധം ചെയ്ത് കളിക്കാൻ വരികയല്ല. അവിടെ വരുന്നത് എന്തിനാണ്? ആ പാവങ്ങളായിരിക്കുന്ന ഗസക്കാർക്ക് സഹായം ചെയ്യണം. അവർ രോഗികളായവരും കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും വീടില്ലാത്തവരും ഭക്ഷണമില്ലാത്തവരും താമസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധിയും ഒരുപാട് വിഷയമുള്ള ഒരു ദേശത്തിൻ്റെ പേരാണ് ഗസ എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ന് അത്രയും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമില്ല. നമ്മളതേക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാത്തതുകൊണ്ടാണ് അവിടുത്തെ സ്ഥിതി വിശേഷമൊക്കെ. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ ഒന്ന് പരിധിയിട്ട് ഗസയുടെ ഇന്നത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. നമ്മൾ എത്രത്തോളം സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയാൻ ഗസയിലെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ജീവിത രീതി തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിയേണ്ടതാണ്. അത്രയ്ക്ക് ദയനീയം അവർ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അവരെ പോലും മനസ്സിലാകാത്ത രീതിയിലാണ് പല ഏരിയയിലും മനുഷ്യന്മാർ ജീവിച്ചു പോകുന്നത്. നമ്മൾ പറയുന്ന വിഷയം എന്താ അറിയോ, ഇത്തരം സേവന പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അവിടെ വന്നാൽ ഭാഷാ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ വരും. രണ്ട് ടൈപ്പാണ്. ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത രീതികളും അവരുടെ ശരീര ആംഗ്യ ഭാഷകളും അവരുടെ സംസാര രീതികളും എല്ലാത്തും വ്യത്യസ്തമാണ്. പാകിസ്ഥാനുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഫലസ്തീനുകളുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ പാകിസ്ഥാനുകളുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. രണ്ട് കൂട്ടരുടെ സ്വഭാവം എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അത് ഒരിക്കലും ചേരാത്തതാണ്, ചേരുമ്പടി ചേരൂല. നേരെ മറിച്ച് അറേബ്യൻ രാജ്യങ്ങളും ഫലസ്തീനും ചേരും. ഫലസ്തീനിലെ ഇഷ്ടംപോലെ ആളുകൾ വ്യത്യസ്തമായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ തീരും. അവരുടെ ഭാഷ നോക്കുന്ന സമയത്ത് സൗദി അറേബ്യയുടെ അതേ ലിപി തന്നെയാണ്, അല്ലെങ്കിൽ അതേ സ്ലാങ് തന്നെയാണ് പാലസ്തീനുകളുടെയും ഭാഷ. നേരെ മറിച്ച് ഈജിപ്തിൻ്റെ സ്ലാങ് അല്ല ഗസക്കാരുടെ ഭാഷ. ഞാൻ ഈജിപ്തുകാരെ പറ്റി ജോലി ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു സാഹിത്യ രീതിയിലാണ് ഈജിപ്തുകാർ അറബി സംസാരിക്കുക. സോഫ്റ്റായ രീതിയിലാണ് പാലസ്തീനുകളും സൗദി അറേബ്യയും സംസാരിക്കുക. പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു അപ്പോൾ ഇവർ പാകിസ്ഥാൻ കൂട്ടത്തോടു കൂടി ഇങ്ങോട്ട് വന്നിട്ട് സൈന്യം വന്നിട്ട് ഏത് ഭാഷയിലാണ് സംസാരിക്കുക, എന്താണ് മനസ്സിലാകുക, എന്ത് സേവന പ്രവർത്തനം അവിടെ ചെയ്യുക. അതുകൊണ്ട് ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ സൈന്യം വരുന്നത് അവർക്ക് എതിർപ്പ്.
തങ്ങളുടെ സൈന്യത്തെ അവരെന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്നത് ഇസ്രായേലിന് എതിർപ്പ്. അങ്ങനെ പതുക്കെ പതുക്കെ പാകിസ്ഥാൻ്റെ വരവ് തന്നെ നിന്നുപോയി എന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയോ വിഷയങ്ങളോ ഉണ്ടായാൽ പാകിസ്ഥാൻ രാജ്യത്തെ തന്നെ രാഷ്ട്രീയമായിട്ട് അത് ബാധിക്കും. കാരണം എന്ന് പറയാൻ നല്ലൊരു ശതമാനം ഷിയാക്കളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇറാൻ ആണെങ്കിൽ ഷിയാ വിഭാഗം തന്നെയാണ് 99% ഷിയാ വിഭാഗമാണ്. അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഗസക്ക് വലിയ രീതിയിൽ സഹായം നൽകുന്നത്. അവർ തമ്മിൽ വലിയ രീതിയിൽ ബന്ധമുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് ഇറാനെ ബാധിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ പാകിസ്ഥാനിലെ ഷിയാക്കൾ അതിനെതിരെ പ്രതിഷേധിക്കും. അവിടെ രാജ്യത്തിനകത്ത് പോലും ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവാൻ അത് കാരണമാകും എന്നുപോലും കണക്കുകൂട്ടും. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയെ സഹായിക്കാൻ വേണ്ടി പാകിസ്ഥാൻ തീരുമാനിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു കാര്യമില്ല. അങ്ങനെ അവർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന, അതായത് പാകിസ്ഥാൻ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നു എന്ന് ചുരുക്കം.